വയനാട് ദുരിതാശ്വാസത്തിന് വേണ്ടി പിരിച്ച ഫണ്ട് മേൽ കമ്മിറ്റികളിൽ അടയ്ക്കാതിരുന്ന തൃശൂർ ജില്ലയിലെ വിവിധ മണ്ഡലം കമ്മിറ്റികൾക്കെതിരെ കൂട്ട നടപടി. തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്റെ ചുമതലയുള്ള വി ശ്രീകണ്ഠൻ എം പിയാണ് മണ്ഡലം കമ്മിറ്റികൾക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നത്. തിരുവില്ലാമല, കൂഴൂർ, പൊയ്യ, വരവൂർ, താന്യം, ആതിരപ്പള്ളി, ചൊവ്വന്നൂർ, ദേശമംഗലം എന്നീ മണ്ഡലം കമ്മിറ്റികൾക്കെതിരെയാണ് നടപടിയെടുത്തിരിക്കുന്നത്. മണ്ഡലം പ്രസിഡന്റുമാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പലതവണ അറിയിച്ചിട്ടും നിരുത്തരവാദപരമായ സമീപനമാണ് മണ്ഡലം കമ്മിറ്റികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന് ശ്രീകണ്ഠൻ പറയുകയാണ്. തിരുവനന്തപുരത്തെ കരുണാകരൻ സ്മാരക കെട്ടിട നിർമ്മാണത്തിനുള്ള ഫണ്ട് നൽകാത്തതിന്റെ പേരിലും തൃശൂരിലെ ചില മണ്ഡലം കമ്മിറ്റികൾക്കെതിരെ ജില്ലാ നേതൃത്വം നടപടിയെടുത്തിട്ടുമുണ്ട്. പാഞ്ഞാള്, വടക്കാഞ്ചേരി, തെക്കുംകര, കോലഴി, ആടാട്ട്, ചൊവ്വന്നൂർ, ആർത്താറ്റ്, പുനയൂർ, കോടഞ്ചേരി, മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റികളാണ് ജില്ലാ നേതൃത്വം പിരിച്ചുവിട്ടിരിക്കുന്നത്. ഇവിടങ്ങളിലെ മണ്ഡലം പ്രസിഡന്റുമാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നടപടികൾ 2 ദിവസത്തിനുള്ളിൽ ബന്ധപ്പെട്ടവരെ രേഖാമൂലം അറിയിക്കുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നടപടി സംബന്ധിച്ച് ശ്രീകണ്ഠൻ എം പിയുടെ ഒരു ശബ്ദ സന്ദേശവും പുറത്തു വന്നിരിക്കുകയാണ്. കോൺഗ്രസിന്റെ ആഭ്യന്തര ഗ്രൂപ്പുകളിൽ നൽകിയ അറിയിപ്പാണ് ഇപ്പോൾ ശബ്ദം സന്ദേശമായി പുറത്തു വന്നിട്ടുള്ളത്. പ്രിയപ്പെട്ട മണ്ഡലം പ്രസിഡന്റുമാരുടെ അറിവിലേക്ക് ശ്രീകണ്ഠൻ എം പി DCC പ്രസിഡന്റ് അറിയിക്കുന്നത് എന്ന ആമുഖത്തിലൂടെയാണ് ഈ ശബ്ദ സന്ദേശം ആരംഭിക്കുന്നത് തന്നെ. പിന്നാലെ നടപടി നേരിട്ട മണ്ഡലം കമ്മിറ്റികളുടെ പേരും കാരണവും അദ്ദേഹം വ്യക്തമാക്കുന്നുമുണ്ട്. പലതവണ ഫോൺ വഴിയും യോഗങ്ങളിലും പ്രസ്തുത ഫണ്ടുകൾ അടയ്ക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയെങ്കിലും സസ്പെൻഡ് ചെയ്യപ്പെട്ട മണ്ഡലം കമ്മിറ്റികളും അവയുടെ പ്രസിഡന്റുമാരും വലിയ അലംഭാവമാണ് കാണിച്ചതെന്ന് ശ്രീകണ്ഠൻ ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാക്കുന്ന കാര്യമാണ്. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഗുണഭോക്താക്കളെ നിശ്ചയിക്കുന്നതിന് സംസ്ഥാന സർക്കാർ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. മാനദണ്ഡങ്ങൾ വിശദീകരിച്ച് സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടയാൾക്ക് സുരക്ഷിതമായ സ്ഥലത്ത് മറ്റു വീടുണ്ടെങ്കിൽ പുനരധിവാസത്തിന് അർഹതയില്ല. അതേസമയം വീട് നശിച്ചിട്ടുള്ള 4 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം അനുവദിക്കും. ദുരന്ത മേഖലയിലെ വീട് വാടകയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വാടകക്കാരന് പുതിയ വീടിന് അർഹതയുണ്ട്. വാടക വീടുകളിൽ താമസിച്ചിരുന്നവർക്ക് പുനരധിവാസ പ്രകാരം വീട് നൽകുകയും ചെയ്യും. വാടകയ്ക്ക് വീട് നൽകിയ ആളിന് വേറെ വീടില്ല എങ്കിൽ അവർക്കും പുതിയ വീട് അനുവദിക്കുന്നതാണ്. ലൈഫ് പദ്ധതി പ്രകാരം നിർമ്മാണത്തിലിരുന്ന വീടുകൾ നശിച്ചിരിക്കുകയോ നോഗോ സോണിലേക്കാണെങ്കിൽ പുതിയ വീട് നൽകുകയും ചെയ്യും. ഒരു വീട്ടിൽ താമസിക്കുന്ന കൂട്ടുകുടുംബങ്ങൾക്ക് റേഷൻ കാർഡ് അടിസ്ഥാനത്തിൽ പുതിയ വീട് നൽകുന്നതായിരിക്കും. സുരക്ഷിത മേഖലയിലുള്ളതും ഭാഗികമായി നശിച്ചതുമായ വീടുകളിൽ താമസിക്കുന്നവർക്ക് പുനരധിവാസത്തിന് അർഹതയില്ല എന്നും ഉത്തരവിൽ പറയുന്നുണ്ട്.